ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഓണസദ്യ സ്പെഷ്യലായിട്ടുള്ള കൈപ്പക്ക പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. പാവയ്ക്ക നന്നായി കഴുകിയെടുത്തതിന് ശേഷം വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നാട്ടിൽ കൈപ്പക്ക എന്നാണ് പറയുന്നത്. കൈപ്പക്ക എന്ന് പറയുന്നത് പാവയ്ക്ക കേട്ടോ. വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. വട്ടത്തിൽ കട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് കൈപ്പക്ക നെടുക നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പച്ചടി നമ്മൾ ഉണ്ടാക്കുന്നത്. കൈപ്പക്ക കുരുവെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൈപ്പക്ക കുറച്ചായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. തീ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുക്കേണ്ടതാണ്. കൂടുതൽ ബ്രൗൺ കളറാവാൻ നിൽക്കണ്ട. അങ്ങനെയാകുമ്പോൾ കൈപ്പയ്ക്ക് ഒരു കയ്പ രസമായിരിക്കും. അപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ടി 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക് ഇവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചടിക്ക് വേണ്ടി 1/2 കപ്പ് തേങ്ങ, 2 പച്ചമുളക്, 1 ടീസ്പൂൺ കടുക് ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനായിട്ട് അരച്ചിട്ട് വരാം. ഇപ്പോൾ തേങ്ങ മിക്സ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. വേറെ ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു ഫോർക്ക് കൊണ്ടോ സ്പൂണ് കൊണ്ടോ തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കൈപ്പക്ക ഇട്ട് കൊടുക്കാം. ഇനി മിക്സാക്കി എടുത്താൽ മതി. തൈര് പച്ചടിക്ക് വേണ്ടി എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വളരെ എളുപ്പമായിട്ടുള്ള കൈപ്പക്ക പച്ചടി റെഡിയാക്കി എടുത്തു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഥവാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.